തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് നാം സ്വയം തീരുമാനിക്കുമ്പോൾ നമുക്കായി മുദ്ര നൽകി കാത്തിരിക്കുന്നവനാണ് ദൈവം. ഏത് കഠിനപാപിക്കും അവിടുത്തെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ബൈബിളിലെ ഏറ്റവും ആർദ്രമായ ഒരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 4:15 സഹോദരനെ വധിച്ചതിന് ശേഷം ഭയവിഹുലനായി നിൽക്കുന്ന കായേനോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്: കായേനെ കൊല്ലുന്നവന് 7 ഇരട്ടി പ്രതികാരമുണ്ടായിരിക്കും. അവനെ കൊല്ലാതിരിക്കാൻ അവൻ്റെ മേൽ മുദ്രയിട്ട് ദൈവം അവനെ സംരക്ഷിച്ചു. എത്രയോ വലിയ തിന്മകളാണ് കായേൻ്റെ മേൽ നാം കാണുന്നത്. അസൂയയിൽ തുടങ്ങി സഹോദര ഘാതകനായി തീർന്ന അനേകം തിന്മകളുടെ കൂടാരം. എങ്കിലും ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ ഒരു തരിയുണ്ടെങ്കിൽ ദൈവം നമ്മെ ചേർത്ത് നിർത്തും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തപസ് കാലം ജീവിതത്തിൻ്റെ വസന്തകാലമായി തീരുന്നത് തിന്മകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുമ്പോഴാണ്. പാപങ്ങൾ നൈമിഷിക സുഖം നമുക്ക് തരുമെങ്കിലും അതിനെക്കുറിച്ചുള്ള ആഴമേറിയ അനുതാപം സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. സങ്കീർത്തനം 116:8 കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും സംരക്ഷിക്കുന്നുവെന്നും. കർത്താവോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ ഏതു പാപിക്കും വിശുദ്ധിയുടെ മേലങ്കി അണിയാൻ സാധിക്കും. സഹോദര ഘാതകനായ കായേന് ജീവിതത്തിൽ പ്രത്യാശ പകർന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് പ്രത്യാശയുടെ അടയാളമായി തീരുകയില്ലേ? ചേർന്ന് നിൽക്കാം. കർത്താവിൻ്റെ കൃപ നമുക്ക് സ്വീകരിക്കാം.